അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിന്റെ ലെറ്റ്സ് പ്ലേ സീരീസ് ജാവ എഡിഷൻ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ എപ്പിസോഡ് നമ്പർ 10 ആയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. യെസ്, നമ്മൾ ഇന്നൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോണം. അല്ല, നമുക്ക് ഇന്ന് നെതറിൽ പോകണം. യെസ്, നമുക്ക് നെതർ പോർട്ടൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിരുന്നു. നമുക്ക് നെതർ പോയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങ് പോകുന്നതാണ്. നമുക്ക് നെതർ പോയിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളും ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ട്രേഡിംഗ് ഹാള് മൊത്തം അവിടെ മൊത്തം അയൺ ട്രേഡ് സെറ്റാക്കി. എന്നിട്ട് താഴോട്ടേക്ക് നമുക്ക് ഒരു സ്റ്റെയർകേസ് വെച്ചിട്ട് ഇവിടെ മൊത്തം നമുക്ക് ജസ്റ്റ് ബുക്ക് ഷെൽഫും ലെക്ടേൺ വെച്ചിട്ട് കുറേ എഫിഷ്യൻസി 5 കേസ് ഒരു സ്റ്റാക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ പവർ 5ന്റെ 5 എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി മൂന്നാൾക്കാരോട് സെറ്റാക്കാനുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. എന്തായാലും നമ്മൾ പിന്നെ കുറച്ച് സ്ലാബും കാര്യങ്ങളും ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. സ്ലാബ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഫെദർ ഫാളിങ് 4 പ്രൊട്ടക്ഷൻ 4 എല്ലാ ഇതിലും നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നോക്ക് പാക്ക്, പിന്നെ പിക്കേക്ക് നമ്മൾ മൊത്തം സെറ്റ് ആക്കിയിട്ടുണ്ട്. എഫിഷ്യൻസി 5 എല്ലാം ഇട്ടിട്ടുണ്ട്. ഓക്കെ, എഫിഷ്യൻസി 5 ഒപ്പിച്ചിട്ടുണ്ട്. അതാണ് പണി. പക്ഷെ അത് കിട്ടി കഴിഞ്ഞിട്ട് ഒരു സ്റ്റാക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സെറ്റ് ആണ് കേട്ടോ. മറ്റേ വാട്ടർ എലിവേറ്റർ, മറ്റേ മോഫാമിൻ്റെ കിട്ടി കഴിഞ്ഞതിന് ശേഷം വേറൊന്നൊരു കിട്ടി, അതിന് 35. പിന്നെ നമ്മൾ എടുത്തില്ല. ഇവിടെ എന്താ സ്പൈഡറൊക്കെ ഒറ്റ അടിച്ചാൽ തീർച്ചു. ഓക്കെ ഗായ്സ്, നമ്മൾ ഇവിടെ ഒരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എനിക്ക് പേടി ഗാസ്റ്റിനാണ് പണി തരുമോ എന്നൊക്കെ അറിയില്ല. ഇങ്ങനെ ഹാഫ് ലാബ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് പണിയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ മോബും കാര്യങ്ങളൊന്നും സ്പോൺ ആവില്ല. അപ്പോൾ അതൊരു എളുപ്പമായിരിക്കും. പിന്നെ ലൈക്ക് കേട്ടോ, സബ് ചെയ്യാൻ. റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഒരു 5x5 5 ബ്ലോക്ക് അങ്ങോട്ടും 5 ബ്ലോക്ക് എല്ലാ ഭാഗത്തേക്കും 5 ബ്ലോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഗാസ്റ്റല്ലേ തുപ്പിയെ ഗാസ്റ്റ് പണി തരും. സ്ലാവേൻ്റെ പോണത് ഇങ്ങനെ പണിയെടുക്കാൻ കുറച്ച് പണിയാണ്. നമ്മൾ മുകളിലോട്ടേക്ക് ഉണ്ടാക്കിയാൽ മതി. ബട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ നെതർ ഹബ്ബൊന്നും ഉണ്ടാക്കണോ? നെതർ ഹബ്ബ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യം ഉണ്ടാവും. ചെറിയ ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് നെതർ ഹബ്ബ് ഉണ്ടാക്കാം. സീനും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നെതർ ഹബ്ബ് ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മൊത്തം എക്സ്പ്ലോറൊക്കെ ചെയ്യാനുണ്ടത്. അപ്പോൾ കാശ് നമ്മൾ ഇത് മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ മൊത്തം പ്ലാറ്റ്ഫോം മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. 5 എല്ലാ ഭാഗത്തേക്കും 5 സെറ്റാക്കിയിട്ട് നമുക്ക് ഇവനെ മറ്റേ ടൈമാക്കിയിട്ട് സൈഡിലിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാലോ? അതിന് മറ്റേ സാധനം വേണമല്ലോ, എന്തോ ഒരു സാധനം വേണ്ട ഇതിൻ്റെ മറ്റേ ചൂണ്ടയമ്മ പിടിക്കാൻ. ജസ്റ്റ് ഇങ്ങോട്ട് വേണ്ട, അവിടെ സ്കെൽട്ടൺ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് പോകാം. അവിടെ ഒരു ഹാപ്പി കാസ്റ്റിൻ്റെ സംഭവങ്ങളുണ്ട്, കണ്ട? അങ്ങോട്ട്. ഓക്കെ, നമുക്ക് ഹാപ്പി കാസ്റ്റിൻ്റെ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് സെറ്റാക്കാലോ. നല്ല സുഖമായിരിക്കും. നമുക്ക് ബീബോനൊക്കെ സെറ്റാവുമല്ലോ. ഓക്കെ, എന്തായാലും ജസ്റ്റ് കയറിയിട്ട് ജസ്റ്റ് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും എടുത്ത് പോവാം. ബ്ലോക്ക് ഉണ്ടോ കയ്യിൽ എനിക്കൊരു സംശയമുണ്ട്. ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗൈസ് പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ഡേർട്ട് അതിനുള്ളൂ. കുറേ ഡേർട്ട് ഉണ്ട്. പക്ഷേ നമുക്ക് എന്തായാലും ഇങ്ങനെ തന്നെ ബിൽഡ് ചെയ്ത് പോകാൻ പറ്റും. ഗ്രാസൊക്കെ തീർന്നു. നമ്മളിവിടെ എത്താനായിക്ക് ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ സ്കെൽട്ടൺ ഉണ്ടായി. ഇവിടെ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ സ്കെൽട്ടൺ വിഷയമല്ല, നമുക്ക് സ്കെൽട്ടൺ ഒന്നും അധികം വിഷയമല്ല. ഗൈസോ ജസ്റ്റ് കുറച്ചുകൂടിയും ബ്ലോക്കും കാര്യങ്ങളും എടുത്ത് ജസ്റ്റ് ഇങ്ങോട്ട് തന്നെ പോവാം. വേറെ വിഷയവും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെ ബ്ലോക്ക് വെച്ചങ്ങ് പോവാം. ഗൈസ് കിട്ടി എൻ്റെ മോനെ. നമുക്ക് റൈഡ് കാസ്റ്റിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സോൾ സാൻഡ് ഒപ്പിച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇവിടുന്ന് കോഡ്സ് കാര്യങ്ങളും കളക്ട് ചെയ്യണത് കണ്ട ബോണാണ്. അല്ല, കോഡ്സും കാര്യങ്ങളും കളക്ട് ചെയ്യണം. ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് എന്തായാലും ഇറങ്ങിയിട്ട് കോഡ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ നമുക്ക് ബേസിലേക്ക് വിടാം. ജസ്റ്റ് താഴത്തുള്ളല്ലേ, ജസ്റ്റ് കോഡ്സും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് ബേസിലേക്ക് പോയിട്ട് വേണം. ഗൈസ് നമുക്ക് വന്നിട്ട് ക്ലിക്ക് ആയിപ്പോയി. ഓക്കെ, ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഗൈസോ.
ഹാപ്പി കാസ്റ്റും കാര്യങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം എടുക്കും തോന്നുന്നു, കുറേ സമയം എടുക്കും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത് വലുതാവുമോ എന്ന് എനിക്ക് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. കാണുന്നില്ല എൻ്റെ മുഖം, ബാഡായിട്ടാണ് നിൽക്കുന്നത്. എപ്പം കാണുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ആൻഡ് നമുക്ക് അടുത്ത ചെയ്യാൻ പോണത്, ഇനി നമുക്ക് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും ഇതൊക്കെ കോഡ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സോൾ സാൻഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് സോൾ സാൻഡ് വെച്ചിട്ട് കോഡ്സ് വെച്ച് നമുക്ക് ഷുഗർ കെയിൻ ഫാം സെറ്റ് ആക്കണം. സോൾ സാൻഡ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു മറ്റേ എലവേറ്റർ സെറ്റ് ചെയ്യണം. അതിനു വേണ്ടി കുറച്ച് കെൽപ്പും കാര്യങ്ങളും കളക്ട് ചെയ്യണം. അതിന് ജസ്റ്റ് നമുക്ക് എന്തായാലും കെൽപ്പും കാര്യങ്ങളും കളക്ട് ചെയ്യാൻ ജസ്റ്റ് മോളോട്ട് പോയിട്ട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ചെസ്റ്റിലെടുത്ത് വെക്കട്ടെ. നമുക്ക് കോഡ്സും കെൽപ്പും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പോകണം, കടലിൽ. അപ്പോൾ കടലിലേക്ക് നമുക്കൊന്ന് ഇവിടെ എവിടെയെങ്കിലും കടലുണ്ടോ നോക്കണം. ജസ്റ്റ് കടലിലേക്ക് പോകണം. നമ്മൾ മൈനിങ് ഏരിയ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും എടുത്തിട്ട് നമുക്ക് ഈ മോബ് ഫാമിൻ്റെ എലവേറ്റർ സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ചുകൂടി നമുക്ക് ബ്ലോക്ക് വെക്കാനുണ്ട്. വാട്ടർ പ്ലേസ് ചെയ്യാനുള്ള ഒരു ബ്ലോക്കില്ലേ, അവിടെ വെക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവച്ച് വെക്കണം. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ബ്ലോക്ക് നമുക്ക് ഡീപ് സൈഡ് എടുത്തില്ല, സ്റ്റോൺ മതിയും തൽക്കാലം, സ്റ്റോൺ ബ്രിക്ക് തൽക്കാലം. നമുക്ക് ഇത് ജസ്റ്റ് മുകളിലോട്ടേക്ക് ജസ്റ്റ് 3 ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് മുകളിൽ വരെ സെറ്റ് ചെയ്തിട്ട് സെറ്റാക്കാം. ഞാൻ കടലിൽ തപ്പിപ്പോയതാ ഗൈസ്. ഇവിടെ എന്തൊരു ഐലൻഡ് ഒക്കെ ഉണ്ട്, ഒരു മരവും ഒരു സ്കൈ ബ്ലോക്ക് പോലത്തെ ഒരു ഐലൻഡ്. സ്കൈ ബ്ലോക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കൈ ബ്ലോക്ക് ഒന്നും വീടിടാൻ പറ്റുന്നില്ല, കാരണമൊന്നുമില്ല ഗൈസോ. വ്യോമസിമ്മിന്റെ വീഡിയോ എനിക്ക് ചെയ്യാൻ കണ്ടന്റ് ഇല്ലായിട്ടാണ് ഗൈസോ. നമുക്ക് എന്തായാലും വീഡിയോ ഇടാം. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു കടലും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കട്ടെ. കടൽ കണ്ടുപിടിച്ചിട്ട് കേൾപ്പും കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് നേരെ വരാം ഗൈസോ. അതാണ് പണി. ഇവിടെ വലിയ വലിയ മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് സ്പ്രൂസിന്റെ മരം കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഇവിടെ തന്നെ നമുക്ക് കടലും കിട്ടിയിട്ടുണ്ട്, കേൾപ്പും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് കയറിയിട്ട് ജസ്റ്റ് ഇവിടുന്ന് കുറച്ച് സാപ്ലിങ്ങും കാര്യങ്ങളും ഒപ്പിക്കണം. എല്ലാം കിട്ടിയിട്ടുണ്ട് ഒരുമിച്ച് തന്നെ. ജസ്റ്റ് 2 ഡിസ്റ്റൻസ് ഒന്ന് കുറച്ചിട്ട് ഞാൻ കൂട്ടിയിട്ടേനു, അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് കിട്ടിയത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഈ മരവും എടുത്ത് കൊണ്ടുപോകണം. പിന്നെ ഇവിടുന്ന് ഇതിൻ്റെ സാപ്ലിങ് കിട്ടി നമുക്ക് വുഡ് ഫാമും കാര്യങ്ങളും ഉണ്ടാക്കാം. അത് ബെസ്റ്റ് ഐഡിയ ആണ്. വുഡ് ഫാമും കാര്യങ്ങളും സെറ്റാക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ സെറ്റാക്കാൻ പറ്റും ഗൈസ്. ഓക്കെ ഗൈസ്, കേൾപ്പൊക്കെ കിട്ടി. ഞാൻ ഇങ്ങോട്ട് വന്നായിരുന്നു ഗൈസ്. ഇവിടെ ഒരു വില്ലേജും കൂടി കിട്ടിയിരുന്നു. ഈ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഗൈസ്. ഇവിടെ നിന്ന് ഉണ്ടായാലോ. കുറച്ച് ഇതുണ്ട്, ബെറി കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഫാമായിട്ട് ഉണ്ടാക്കാം വെറുതെ. ഇങ്ങോട്ടൊന്ന് പോയൊക്കെ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ലൂട്ടൊക്കെ കിട്ടുമോ ഗൈസ്. ഇവിടെ ഒന്നും ഇല്ലടാ, ഇവിടെ ഒന്നുമില്ല. ജസ്റ്റ് എടാ ഞാൻ ഇതുവരെ കണ്ടില്ല ഇങ്ങനത്തെ സംഭവം. ഡയമണ്ട് അക്ക, അത് സാധാരണ സ്മിത്തിങ്ങിന്റെ സ്ഥലത്തല്ലേ ഉണ്ടാവുള്ളൂ. ഈ സംഭവത്തിലുണ്ടാവും. പിന്നെ ഹോസ് ആർമർ കിട്ടിയിട്ടുണ്ട്, 2 അയണും എടുക്കാട്ടോ. ഓക്കെ, 2 ഡയമണ്ട്. നോട്ട് ഫോർ ബാഡ്. നല്ല ലൂട്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ, നമുക്ക് എന്തായാലും നേരെ ബേസിലേക്ക് പോകണം ഗൈസ്. സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ